വെൽക്കം ടു എ സ്റ്റഡി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്നുള്ളതിലെ പാർട്ട് 4 ആണ്. അത് ലാസ്റ്റ് പാർട്ടാണ് കേട്ടോ. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ് അസ് മൂവ് ടു ദി ടോപ്പിക്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ്. ഓക്കെ, ഈ ടേംസ് ആണ് നിങ്ങൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആവുക. അപ്പോൾ ഫസ്റ്റ് ടേം നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻറ്റിറ്റി. എൻറ്റിറ്റി മീൻസ് എ റിയാലിറ്റി ദാറ്റ് ഹാസ് എ ഡെഫിനിറ്റ് ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ്. എൻറ്റിറ്റി എന്ന് വെച്ചാൽ സ്ഥാപനം. അപ്പോൾ ഒരു എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന് ഒരു ബാക്കിയുള്ളതിൽ നിന്നൊക്കെ അതിനെ വ്യത്യസ്തമാക്കുന്ന ഒരു നിലനിൽപ്പുള്ള ഒരു വ്യക്തി, ഒരു സ്ഥാപനം. ഓക്കെ, അതിനെയാണ് നമ്മൾ എൻറ്റിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രത്യേകം മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നിലനിൽപ്പുള്ള ഒരു സംരംഭത്തെയാണ് നമ്മൾ എ ബിസിനസ് എൻറ്റിറ്റി എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, നിങ്ങളൊരു ബിസിനസ് തുടങ്ങി, അതിന് ABC ലിമിറ്റഡ് എന്നുള്ള പേരിട്ടാൽ ആ ബിസിനസ് എന്ന് പറയുന്നത് ഒരു എൻറ്റിറ്റിയാണ്. നിങ്ങൾ വേറൊരു വ്യക്തിയാണ്, അതുപോലെ ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഇൻഡിവിജ്വൽ എക്സിസ്റ്റൻസ് ഉള്ള ഒരു എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അതെന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ കൺസിഡർ ചെയ്യുന്നത് വെച്ചാൽ ബിസിനസ്സിനെയും അതുപോലെ തന്നെ ഓണറിനെയും നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ഈ അക്കൗണ്ടിങ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലായിട്ട്. അതായത് ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറഞ്ഞാൽ വേറെയാണ്. ബിസിനസ് ഇപ്പോൾ ABC ലിമിറ്റഡിൻ്റെ ഓണർ നിങ്ങളാണ് വിചാരിച്ചോ. നിങ്ങൾ വേറൊരു വ്യക്തിയാണ്, നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് വേറൊരു വ്യക്തിയാണ്. ഇത് നോർമലി ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ലീഗൽ പ്രോബ്ലംസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ബിസിനസ്സിൻ്റെ പേരിലായിരിക്കും ആ പ്രോബ്ലംസ് വരിക. അതായത് ഈ ബിസിനസ് കൊണ്ട് ആർക്കെങ്കിലും കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അവർ ഈ ബിസിനസ്സിൻ്റെ പേരിലായിരിക്കും കോർട്ടിൽ പോവുക. ഓക്കെ, ബിസിനസ്സിന് വേറെ എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബിസിനസ്സിന് ഒരു സീൽ ഉണ്ടാവും. സീൽ എന്ന് വെച്ചാൽ അതിൻ്റെ സിഗ്നേച്ചറാണ്, അതിനൊരു പേരുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിലായിരിക്കും അവർ കോർട്ടിലൊക്കെ പോവുക, അല്ലാണ്ട് ഈ ഓണറിൻ്റെ പേരിലായിരിക്കില്ല. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് സെക്കൻഡ് ടേം ട്രാൻസാക്ഷൻസ്. ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു തന്നിരുന്നല്ലേ, ഇടപാടുകളെയാണ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. പണമൂല്യമുള്ള ഇടപാടുകളെയാണ് നമ്മൾ ട്രാൻസാക്ഷൻ. ആൻ ഇവന്റ് ഇൻവോൾവിംഗ് സം വാല്യൂ ബിറ്റ്വീൻ 2 or more എൻറ്റിറ്റി. 2 അതിൽ കൂടുതലോ എൻറ്റിറ്റി സ്ഥാപനങ്ങൾ തമ്മിൽ എന്തെങ്കിലും പണമൂല്യമുള്ള ഇടപാടുകൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ട്രാൻസാക്ഷൻ പറയുന്നത്. ഇറ്റ് ക്യാൻ ബി എ പർച്ചേസ് ഓഫ് ഗുഡ്, ഒരു ഗുഡ് പർച്ചേസ് ചെയ്താവാം. റെസിപ്റ്റ് ഓഫ് മണി കിട്ടിയതാവാം. പേയ്മെൻറ്റ് ടു എ ക്രെഡിറ്റർ, ഒരു കടക്കാരന് പൈസ കൊടുത്തതാവാം. ഇൻകേർഡ് എക്സ്പെൻസസ്, ചെലവ് വന്നതാവാം. ഇതൊക്കെ ട്രാൻസാക്ഷൻസ് ആണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ പറഞ്ഞല്ലേ, നമ്മളൊരു ആസ്തിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് ആർ എക്കണോമിക്കൽ റിസോഴ്സസ് ഓഫ് എൻ എന്റർപ്രൈസസ് ദാറ്റ് ക്യാൻ ബി യൂസ്ഫുള്ളി എക്സ്പ്രസ്ഡ് ഇൻ മോണിറ്ററി ടേംസ്. നമുക്ക് പൈസ മൂല്യത്തിൽ കണക്കാക്കാൻ പറ്റുന്ന ഒരു ആസ്തിനെയാണ് അസറ്റ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു സ്ഥലം അല്ലേ, അതിനൊരു മൂല്യം നമുക്ക് നിർണ്ണയിക്കാൻ പറ്റും. ഒരു പൈസക്ക് നമുക്ക് അതിനൊരു വില ഇടാൻ പറ്റും അല്ലേ, ആ ഒരു സ്ഥലത്തിന് നമുക്ക് വില ഇടാൻ പറ്റും. അങ്ങനത്തിനെയാണ് നമ്മൾ ആസ്തി എന്ന് പറയുന്നത്. അതിന് നമ്മൾക്ക് ആ സ്ഥലത്തിനോ അല്ലെങ്കിൽ ഒരു മെഷീനറി ആവാം, അതിനൊക്കെ നമുക്ക് വില നിർണ്ണയിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കാർ ആവാം, അതിനൊക്കെ നമുക്ക് മൂല്യം നിർണ്ണയിക്കാൻ പറ്റുന്ന ഒരു ആസ്തിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. ലാബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യതകൾ. ലാബിലിറ്റീസ് ആർ ഒബ്ലിഗേഷൻസ് ഓർ ഡെപ്റ്റ് ദാറ്റ് ആൻ എന്റർപ്രൈസസ് ഹാസ് ടു പേ അറ്റ് സം ടൈം ഇൻ ഫ്യൂച്ചർ. ലാബിലിറ്റി എന്ന് വെച്ചാൽ ബാധ്യതകൾ, ഒരു കമ്പനിയുടെ ബാധ്യതകൾ അല്ലെങ്കിൽ കടങ്ങൾ ആ കമ്പനിക്ക് ഫ്യൂച്ചറിൽ ഭാവിയിൽ അടച്ചു തീർക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയോ കടങ്ങളെയോ ആണ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ദേ റിപ്രസെൻറ്റ് ക്രെഡിറ്റേഴ്സ് ക്ലൈം ഓൺ ദി ഫേംസ് അസറ്റ് അല്ലെ, ഫേംസിൻ്റെ ആസ്തിയിൽ ക്രെഡിറ്റേഴ്സിന് കടം മേടിച്ചവർക്ക് അതിൻ്റെ മേലെ ഒരു അവകാശം കൊടുക്കുന്നതാണ്. അതായത് ആസ്തിൻ്റെ മേലെ ഒരു അവകാശം കൊടുക്കുന്നതാണ് ലാബിലിറ്റി. ഫിഫ്ത്ത് ടേം ആയിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ മൂല്യധനം. നമ്മൾ ഫസ്റ്റ് ഒരു ഓണറാണ് നോർമലി ക്യാപിറ്റൽ എടുക്കുക, മൂല്യധനം എടുക്കുക. അതായത് ഒരു ഓണർ ഒരു കമ്പനി തുടങ്ങാൻ
ഉദ്ദേശിക്കുന്ന ടൈമിൽ അയാൾ ചെലവഴിക്കുന്ന ഫസ്റ്റത്തെ ആ മൂല്യധനത്തിനാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ബ്രോട്ട് ഇൻ ദി ഫോം ഓഫ് ക്യാഷ് ഓർ അസെറ്റ് ബൈ ദി ഓണർ ഫോർ ദി ബിസിനസ് എൻറ്റിറ്റി. അല്ലേ, ഇത് കൊണ്ടുവരുന്നത് ആരാണ്? ഈ ക്യാപിറ്റൽ എന്ന് പറയുന്ന മൂല്യധനം കൊണ്ടുവരുന്നത് ഓണറാണ്, ആ ഉടമയായിരിക്കും കൊണ്ടുവരിക. അതൊന്നെങ്കിൽ ക്യാഷ് ഫോമിലായിരിക്കും അയാൾ കൊണ്ടുവരിക, പൈസ രൂപത്തിൽ അയാൾ ചെലവഴിക്കായിരിക്കും, അല്ലെങ്കിൽ അസെറ്റ് രൂപത്തിൽ എന്തെങ്കിലും ആസ്തി രൂപത്തിലായിരിക്കും അയാൾ അത് കൊണ്ടുവരുന്നത്, ഈ ബിസിനസ്സിലോട്ട് അത് കൊണ്ടുവരുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ ഈസ് ആൻ ഒബ്ലിഗേഷൻ ആൻഡ് എ ക്ലൈം ഓൺ ദി അസെറ്റ് ഓഫ് ദി ബിസിനസ്. ബിസിനസ്സിന്റെ ആസ്തിന്റെ മേലെ ഉള്ള ഒരു ബാധ്യതയാണ് ക്യാപിറ്റൽ എന്ന് വെച്ചാൽ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങളൊരു ബിസിനസ്സിന്റെ ഓണറാണ്, നിങ്ങളൊരു 50,000 രൂപ ക്യാപിറ്റലായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വിചാരിച്ചു, മൂല്യധനമായിട്ട് 50,000 രൂപ കൊണ്ടുവന്നു എന്ന് വിചാരിച്ചു. അത് നിങ്ങൾ ആ ബിസിനസ് കുറച്ചു കാലം കഴിഞ്ഞിട്ട് ആ ബിസിനസ്സിൽ നിന്ന് ആ 50,000 രൂപ നിങ്ങൾ പ്രതീക്ഷിക്കില്ലേ, നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം, നിങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള ക്യാപിറ്റലിൻ്റെ മൂല്യം നിങ്ങൾക്ക് അതെങ്കിലും നിങ്ങൾക്ക് തിരിച്ചു കിട്ടണം എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒരു ഒബ്ലിഗേഷനിൻ്റെ ക്ലൈം ഓൺ ദി അസെറ്റ് ഓഫ് ദി ബിസിനസ്, ബിസിനസ്സിൻ്റെ അസെറ്റിൻ്റെ മേലെ ഒരു ഒബ്ലിഗേഷൻ, ഒരു ബാധ്യതയാണ് ഈ ക്യാപിറ്റൽ. അതായത് കുറച്ചു കാലം കഴിഞ്ഞിട്ടെങ്കിലും അയാൾക്ക് ആ മൂല്യധനം തിരിച്ചു കിട്ടണമെന്ന് ആ ഓണർ എന്തായാലും ചിന്തിക്കും. ഓക്കെ, ഇറ്റ് ഈസ് therefore shown as capital on the liability side of the balance sheet. അതുകൊണ്ട് തന്നെ ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ലാബിലിറ്റി സൈഡ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലാണ് കാണിക്കുക. ഓക്കെ, ബാധ്യതകൾ എന്നുള്ള രീതിയിലാണ് ഈ ക്യാപിറ്റലിന് നമ്മൾ കാണിക്കുക. കാരണം കുറച്ച് കാലം കഴിഞ്ഞിട്ടെങ്കിലും ആ ബിസിനസ് അതിന് തിരിച്ചു കൊടുക്കണം, ഈ ഓണറിന് ആ ക്യാപിറ്റൽ തിരിച്ചു കൊടുക്കണം. ഇതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓണറിനെ വേറൊരു എൻറ്റിറ്റി ആയിട്ടും ബിസിനസ്സിനെ വേറൊരു എൻറ്റിറ്റി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ പഠിച്ചു അല്ലേ. 6th ടേം ആണ് സെയിൽസ്. സെയിൽസ് ആർ ടോട്ടൽ റവന്യൂ ഫ്രം ഗുഡ്സ് ആൻഡ് സർവീസസ് സോൾഡ് ഓർ പ്രൊവൈഡഡ് ടു ദി കസ്റ്റമേഴ്സ്. നമ്മൾ കസ്റ്റമേഴ്സിന്, ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഗുഡ്സോ ഒരു എന്താ പറയുക പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസസിനെയോ ആണ് സെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് നിങ്ങൾ തുടങ്ങിയതെങ്കിൽ നിങ്ങളുടെ സർവീസാണ് സെയിൽസ്. ഓക്കെ, ദെൻ നിങ്ങൾ പ്രൊഡക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണെന്നുണ്ടെങ്കിൽ പ്രൊഡക്റ്റാണ് നിങ്ങളുടെ സെയിൽസ്. ഒരു ബാർബർ ഷോപ്പ് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവീസാണ് കിട്ടുന്നത്, അതാണ് അയാൾ സെയിൽ ചെയ്യുന്നത് അല്ലേ. നമ്മളൊരു കടയിൽ പോയിട്ട് ഒരു സാധനം മേടിച്ചാൽ അത് പ്രൊഡക്റ്റാണ് ആ വ്യക്തി സെയിൽ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ഗുഡ് എന്താണ്, സർവീസ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സർവീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ടീച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണ്, ഒരു ലോയർ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണ്, ഒരു ഡോക്ടർ പ്രൊവൈഡ് ചെയ്യുന്നത് സർവീസാണ്. പക്ഷെ ഒരു പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു ഉൽപ്പന്നമാണ്. ഓക്കെ, അതാണ് വ്യത്യാസം. സെയിൽ മേ ബി ക്യാഷ് സെയിൽസ് ഓർ ക്രെഡിറ്റ് സെയിൽസ്. ഈ സെയിൽസിൽ 2 ടൈപ്പിൽ സെയിൽസ് നടത്താം. ക്യാഷിലൂടെ നമുക്ക് സെയിൽസ് നടത്താം, ക്രെഡിറ്റിലൂടെയും സെയിൽസ് നടത്താം. അതായത് ഇപ്പം തന്നെ നിങ്ങൾ ചെയ്തു കൊടുത്തൊരു വർക്കിന് അപ്പം തന്നെ ഇപ്പോൾ ഒരു ചെയ്തു കൊടുത്തൊരു സർവീസ് ഉണ്ട് വിചാരിച്ചു, അപ്പം തന്നെ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുകയാണെങ്കിൽ അതിനെ ക്യാഷ് സെയിൽസ് എന്ന് പറയും. അതിന് അപ്പുറം നമ്മളിപ്പോൾ ഒരു സർവീസ് ചെയ്തു കൊടുത്തു, പക്ഷേ കടായിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടുക എന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ്. നെക്സ്റ്റ് ടേം ആണ് റവന്യൂ. റവന്യൂ പറഞ്ഞാൽ നമ്മൾ പഠിച്ചല്ലേ, റവന്യൂ എന്ന് വെച്ചാൽ നമുക്കുള്ള വരുമാനത്തിനെയാണ് റവന്യൂ എന്ന് പറയുന്നത്. ദീസ് ആർ ദി എമൗണ്ട് ഓഫ് ബിസിനസ് ഏൺഡ് ബൈ സെല്ലിംഗ് ഇറ്റ്സ് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസസ് ടു ദി കസ്റ്റമേഴ്സ് കാൾഡ് സെയിൽസ് റവന്യൂ. സെയിം ആ സെയിൽസിനെ തന്നെയാണ് റവന്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് വിറ്റിട്ടോ അതിന്ന് കിട്ടുന്ന വരുമാനത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ അല്ലെങ്കിൽ സെയിൽസ് റവന്യൂ എന്ന് പറയുന്നത്. അതർ ഐറ്റംസ് ഓഫ് റവന്യൂ കോമൺ ടു many business are commission, interest, dividend, royalty, rent received, etc. റവന്യൂവിൽ വരുന്ന വേറെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, സെയിൽസ് അല്ലാതെ റവന്യൂവിൽ വരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കമ്മീഷൻ കിട്ടുക അല്ലേ, പൈസ കിട്ടുന്നുണ്ട്, ഇൻട്രസ്റ്റ് കിട്ടുക, എന്തെങ്കിലും കടം കൊടുത്തു അതിൻ്റെ മേലെ നമുക്ക് ഈ ഓരോ മാസം ഇൻട്രസ്റ്റുകൾ വരും, അത് ഡിവിഡൻഡ് കൊടുക്കാം. എന്തെങ്കിലും നമ്മൾ എവിടെയെങ്കിലും ഒരു എന്താ പറയുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവിടുന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടുന്നുണ്ടെങ്കിൽ അത് റവന്യൂ ആണ്. റോയാലിറ്റി ഫീസ് കാര്യങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ റവന്യൂ ആണ്. റെൻറ്റ് റിസീവ്, എന്തെങ്കിലും ഒരു പ്ലോട്ടോ അല്ലെങ്കിൽ ഒരു ഫാക്ടറിയോ അല്ലെങ്കിൽ മെഷീനറി നമ്മൾ റെൻറ്റിന് കൊടുത്താൽ ഇന്ന് റെൻറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അതും റവന്യൂവിൽ പെടുന്ന കാര്യങ്ങളാണ്. റവന്യൂ ഈസ് ആൾസോ കോൾഡ് ഇൻകം. ഇൻകത്തിന് തന്നെയാണ് റവന്യൂ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പേരുകളൊക്കെ സെയിം തന്നെയാണെന്ന് മനസ്സിലാക്കുക. നെക്സ്റ്റ് വൺ എക്സ്പെൻസസ്. എക്സ്പെൻസസ് എന്ന് വെച്ചാൽ ചെലവ്.
Cost incurred by a business in the process of earning revenue are known as expenses. എന്തെങ്കിലും ചെലവ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കാര്യം ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ പ്രവൃത്തികൾ ചെയ്യുമല്ലോ, അതിൽ നിന്ന് നമുക്ക് അപ്പോൾ ആ പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറേ ചിലവുകൾ വരും. ആ ചിലവിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ കോസ്റ്റിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്, ഞാൻ ടീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫോൺ യൂസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ആകുമ്പോൾ നമുക്ക് ഫോൺ യൂസ് ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ ആ ഫോണിന് വേണ്ടിയിട്ടൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മാർക്കർ, ബോർഡ് ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഞാൻ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ എക്സ്പെൻസിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എനിക്കൊരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണല്ലോ ഞാൻ ഈ എക്സ്പെൻസ് എടുക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു ബിസിനസ്സും ഒരു ഇൻകം പ്രതീക്ഷിച്ചിട്ടാണ് ഒരു ചെലവ് വഹിക്കുന്നത്. അപ്പോൾ അതിനെയാണ് എക്സ്പെൻസസ് എന്ന് പറയുക. ചെലവുകളിൽ വരുന്ന കാര്യങ്ങൾ ഡിപ്രിസിയേഷൻ വരും, റെൻറ്റ് വരും, വേജ് വരും, സാലറി വരും, ഇൻട്രസ്റ്റ്, കോസ്റ്റ് ഓഫ് ഹീറ്റർ, ലൈറ്റ് ആൻഡ് വാട്ടർ, ടെലിഫോൺ, ഇതൊക്കെ എക്സ്പെൻസിൽ വരുന്ന കാര്യങ്ങളാണ് കേട്ടോ. നെക്സ്റ്റ് വൺ, എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ എന്ന് വെച്ചാൽ ഈ ചെലവിന് എക്സ്പെൻസസ് തന്നെയാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. സ്പെൻഡിങ് മണി ഓർ ഇൻക്വയറിംഗ് എ ലയബിലിറ്റി ഫോർ സം ബെനിഫിറ്റ്, സർവീസ് ഓർ പ്രോപ്പർട്ടി റിസീവ്ഡ് ഈസ് കാൾഡ് എക്സ്പെൻഡിച്ചർ. നമ്മൾ എന്തെങ്കിലും പൈസ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ, എന്തിൻ്റെങ്കിലും മേലെ ഒരു പ്രോപ്പർട്ടിയോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒരു പ്രൊഡക്റ്റോ ഒക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും ചിലവ് വഹിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് ഈ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. ദ നെക്സ്റ്റ് വൺ, പ്രോഫിറ്റ്. പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ ലാഭം. ദ എക്സസ് ഓഫ് റവന്യൂ ഓഫ് എ പീരിയഡ് ഓവർ ഇറ്റ്സ് റിലേറ്റഡ് എക്സ്പെൻസസ് ഡ്യൂറിങ് എൻ അക്കൗണ്ടിങ് ഇയർ ഇസ് പ്രോഫിറ്റ്. നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ, റവന്യൂ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിന് പ്രോഫിറ്റ്, എക്സ്പെൻസസിലേറെ റവന്യൂ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ പ്രോഫിറ്റ്. ഓക്കെ, ഗെയിൻ എന്ന് വെച്ചാൽ നമുക്കുണ്ടായിട്ടുള്ള കുറേ ലാഭം പോലെ തന്നെ നമുക്കുണ്ടായിട്ടുള്ള കുറേ നല്ല കാര്യങ്ങളുടെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു അസറ്റ് നമ്മൾ സെയിൽ ചെയ്തു, നമ്മളുടെ ഓർഗനൈസേഷനിലുള്ള ഒരു കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വിചാരിച്ചോ, അത് വർക്കിംഗ് പ്രോബ്ലം വന്നു, അത് സെയിൽ ചെയ്തപ്പോൾ നമുക്കൊരു ഗെയിൻ കിട്ടിയില്ല, ഒരു ചെറിയൊരു എമൗണ്ടെങ്കിലും ലാഭം കിട്ടിയില്ല, അതിനെയാണ് ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ വിന്നിങ് എ കോർട്ട് കേസ്, ഒരു കോർട്ട് കേസിൽ നമ്മൾ ജയിച്ചു, അപ്പോൾ നമുക്കൊരു ലാഭം കിട്ടിയില്ല, അതായത് ഒരു പേര്, നല്ല പേര്. നെക്സ്റ്റ് ടേം ആണ് ലോസ്. The excess of expenses of a period over its related revenue is termed as loss. നമ്മൾ നേരത്തെ പഠിച്ചു തന്നെ, എക്സ്പെൻസസ് കൂടുതലാണ്, റവന്യൂലേറെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നെക്സ്റ്റ് ടേം ഈസ് ഡിസ്കൗണ്ട്. ഡിസ്കൗണ്ട് ഈസ് ദി ഡിഡക്ഷൻ ഇൻ ദി പ്രൈസ് ഓഫ് എ ഗുഡ്സ് സോൾഡ്. ഒരു ഗുഡ്സ് നമ്മൾ വിൽക്കുകയാണ്, ഒരു പ്രൊഡക്റ്റ് നമ്മൾ വിൽക്കുകയാണ്, അതിലെന്തെങ്കിലും ഡിഡക്ഷൻ, ഒരു ഇളവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് നമ്മൾ ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. 100 രൂപേൻ്റെ സാധനം നമ്മൾ 80 രൂപക്ക് കൊടുക്കുകയാണെങ്കിൽ ആ 20 രൂപയാണ് ഡിസ്കൗണ്ട്. ഇറ്റ് ഈസ് ഓഫേർഡ് ഇൻ 2 ways. ഈ ഡിസ്കൗണ്ട് 2 രീതിയിൽ നമുക്ക് കൊടുക്കാം. ട്രേഡ് ഡിസ്കൗണ്ടും അതുപോലെ തന്നെ ക്യാഷ് ഡിസ്കൗണ്ടും. ഡിഫറൻസ് ശരിക്കും മനസ്സിലാക്കാം. ഓക്കെ, ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ നോർമലി ഈ മാനുഫാക്ചർ, ഹോൾസെയിലേഴ്സ് ഒക്കെ തമ്മിൽ നടക്കുന്ന ഡിസ്കൗണ്ടാണ്. അതേപോലെ ഹോൾസെയിലർ, റീറ്റെയിലർ, അവരൊക്കെ തമ്മിൽ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഡിസ്കൗണ്ടാണ് ഈ ട്രേഡ് ഡിസ്കൗണ്ട്. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ബൾക്കായിട്ട് മേടിക്കുമ്പോൾ, അതായത് കൂട്ടമായിട്ട് ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് എമൗണ്ടിൽ ഒരു പെർസെൻറ്റേജോ അല്ലെങ്കിൽ ഒരു എമൗണ്ടോ കുറച്ച് കൊടുക്കുന്നതിനെയാണ് ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. നിങ്ങളൊരു സാധനം ബൾക്കായിട്ട് ഒരു മാനുഫാക്ചറിൻ്റെ അടുത്ത് പോയി മേടിക്കുകയാണ്, അപ്പോൾ ടോട്ടൽ നിങ്ങൾക്ക് മൊത്തം വന്നിട്ടുള്ള ആ ലിസ്റ്റ്, അതായത് റെസിപ്റ്റിലുള്ള ഇത് 10,000 രൂപയാണെന്ന് വിചാരിച്ചു. അതിന് അയാൾ 2,000 രൂപയോ അല്ലെങ്കിൽ 3,000 രൂപയോ അല്ലെങ്കിൽ എന്തെങ്കിലും ശതമാനത്തിൽ 50% ഒക്കെ ഡിസ്കൗണ്ട് തന്നാൽ അതിനെയാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ തരുന്ന ഡിസ്കൗണ്ടാണ് ട്രേഡ് ഡിസ്കൗണ്ട്. എന്നാൽ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോൾ ക്രെഡിറ്റിൽ ഒരാൾ സാധനം മേടിക്കുകയാണെന്ന് വിചാരിച്ചു, അതായത് നമ്മൾ കടമായിട്ട് ഒരാൾ ഒരു സാധനം മേടിച്ചു. അതായത് ഇപ്പം ഞാൻ ഒരു കടയിൽ പോയിട്ട് കടമായിട്ട് ഒരു മെഷീനറി മേടിച്ചു. ഓക്കെ, ആ മെഷീനറിക്ക് കോസ്റ്റ് വരുന്നത് 5,000 ആണെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞ ആ കടക്കാരനോട് ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് ഈ 5,000 തരാം. ഓക്കെ, കടമായിട്ടാണല്ലോ മേടിക്കുന്നത്, നമുക്കൊരു ടൈം പീരീഡ് പറയാം. ഓക്കെ, പക്ഷേ ആ ടൈം പീരീഡിൻ്റെ മുമ്പ് 2 മാസമായില്ല, ഞാനൊരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അയാൾക്ക് ആ 5,000 കൊണ്ട് കൊടുത്തു. അപ്പോൾ അയാൾ എനിക്കൊരു ഡിസ്കൗണ്ട് ചെയ്യുന്നു, കാരണം ഞാൻ ഏർലി അയാൾക്ക് പൈസ കൊടുക്കുകയാണ്, പെട്ടെന്ന് പൈസ കിട്ടി, ആ സാധനത്തിൻ്റെ എമൗണ്ട്
പെട്ടെന്ന് കിട്ടി. അപ്പോൾ അയാൾ എനിക്ക് തരുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, ഒരു കടത്തിന് നമ്മളൊരു സാധനം മേടിക്കുമ്പോൾ പ്രോംപ്റ്റായിട്ട് പെട്ടെന്ന് നിങ്ങൾ അടക്കാൻ വേണ്ടിയിട്ട്, നേരത്തെ എക്സാമ്പിൾ തന്നെ ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമ്മൾ കടത്തിന്, ഇപ്പോൾ ഞാനൊരു കടയിൽ പോയിട്ട് ഒരു സാധനം മേടിക്കുകയാണ്, ഒരു മെഷീനറി 5000 റുപ്പീസിൻ്റെ ഒരു മെഷീനറി മേടിക്കുകയാണ്. ഞാൻ പറഞ്ഞു 2 മാസത്തിനുള്ളിൽ ഞാൻ ഈ പേയ്മെൻറ്റ് തരാം. അപ്പോൾ കടക്കാരൻ പറഞ്ഞു നിങ്ങൾ നേരത്തെ തരികയാണെങ്കിൽ ഞാൻ ഡിസ്കൗണ്ട് തരും, അല്ലേ? നോർമലി അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഡിസ്കൗണ്ട് 2 രീതിയിലുണ്ട്, ട്രേഡ് ഡിസ്കൗണ്ടും ക്യാഷ് ഡിസ്കൗണ്ടും. ട്രേഡ് ഡിസ്കൗണ്ട് നോർമലി ബൾക്കായിട്ട് സാധനങ്ങൾ മേടിക്കുമ്പോൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ്. ക്യാഷ് ഡിസ്കൗണ്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്രെഡിറ്റിന് സാധനങ്ങൾ മേടിക്കുമ്പോൾ അതിന്മേൽ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ക്യാഷ് ഡിസ്കൗണ്ട് എന്നുള്ളത്. വൗച്ചർ. The documentary evidence in support of a transaction is known as voucher. എന്തെങ്കിലും ഒരു ഇടപാട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് വെക്കുന്നതാണ് ഈ വൗച്ചർ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ റെസിപ്റ്റ്, അതുപോലെ തന്നെ ബില്ല്, ക്യാഷ് മെമ്മോ, ഇതൊക്കെ വൗച്ചേഴ്സാണ്. ആ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളതിന് തെളിവായിട്ട് നമുക്ക് വെക്കുന്നതാണ് ഈ വൗച്ചർ എന്ന് പറയുന്നത്. ഗുഡ്സ്. It refers to the product in which the business unit is dealing. ആ ബിസിനസ് യൂണിറ്റ് ഏത് തരം പ്രൊഡക്റ്റാണ് വിൽക്കുന്നത് എന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റിനെയാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ഡ്രോയിങ്സ്. Withdrawal of money and or goods by the owner from the business for personal use is known as drawings. Drawings എന്ന് വെച്ചാൽ ഈ ബിസിനസ്സിൻ്റെ ഓണർ ഉണ്ടല്ലോ, മുതലാളി, അയാളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഈ ബിസിനസ്സിൽ നിന്ന് എന്തെങ്കിലും ക്യാഷോ ഒക്കെ വിഡ്രോ ചെയ്താൽ അതിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു, ബിസിനസ് എന്ന് പറയുന്നത് വേറെ എൻറ്റിറ്റിയാണ്, ഓണർ എന്ന് പറയുന്നത് വേറെ എൻറ്റിറ്റിയാണ്. അപ്പോൾ ഓണർ ബിസിനസ്സിൽ നിന്ന് അയാളുടെ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ക്യാഷ് എടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞിട്ടാണ് എഴുതാറ്. ഓക്കെ. നെക്സ്റ്റ് ടേം ഇസ് പർച്ചേസ്. Purchase are total amount of goods procured by business on credit and on cash for use or sales. പർച്ചേസ് എന്ന് പറയുന്നത് ബിസിനസ് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ, ക്യാഷിലോ ക്രെഡിറ്റിലോ മേടിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. Next term is stock. Stock or inventory is a measure of something on hand, goods, spare and other items in the business. It is called stock in hand. അപ്പോൾ സ്റ്റോക്ക് എന്ന് വെച്ചാൽ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഗുഡ്സിനെയും സ്പെയർസിനെയും പറയുന്നതാണ് സ്റ്റോക്ക്. അതിന് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്നും പറയും. ഓക്കെ. അപ്പോൾ സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് 3 ടൈപ്സ് സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുക. നോർമലി ഒരു അക്കൗണ്ടിങ് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ 1 to March 31 ആണ്. അതിനിടയിൽ ആ കമ്പനീൻ്റെ കയ്യിലുള്ള സ്റ്റോക്കിനെയാണ് സ്റ്റോക്ക് ഇൻ ഹാൻഡ് എന്ന് പറയുക. ഓക്കെ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വെച്ചാൽ അക്കൗണ്ടിങ് പീരിയഡ് എൻഡ് ചെയ്യുമ്പോൾ, അവസാനിക്കുമ്പോൾ ആ കമ്പനിയുടെ അടുത്ത് എത്ര സ്റ്റോക്ക് അൺസോൾഡ് ആയിട്ടുണ്ട്, എത്ര സ്റ്റോക്ക് വിറ്റഴിക്കാത്തതുണ്ട്, അതിനെയാണ് ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ എൻഡിങ് ഇൻവെൻട്രി എന്ന് പറയാം. നെക്സ്റ്റ് വണ്, ഒരു അക്കൗണ്ടിങ് പീരിയഡ് തുടങ്ങുമ്പോൾ ആ കമ്പനീൻ്റെ അടുത്ത് എന്തെങ്കിലും സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതിനെയാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ബിഗിനിങ് ഇൻവെൻട്രി എന്ന് പറയാം. ഓക്കെ. ഇതൊക്കെയാണ് സ്റ്റോക്കിനെ കുറിച്ച് പറയാനുള്ളത്. ദ നെക്സ്റ്റ് ടേം ഈസ് ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് എന്ന് വെച്ചാൽ കടം തരാനുള്ളവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഓൺ ടു ആൻ എൻ്റർപ്രൈസ് ആൻ എമൗണ്ട് ഫോർ ബൈയിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഓൺ ക്രെഡിറ്റ്. കടമായിട്ട് ഗുഡ്സോ സർവീസസോ ഒരു കമ്പനീൻ്റെ അടുത്ത് നിന്ന് മേടിച്ച് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കടം തരാനുള്ള വ്യക്തിനെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേം ഈസ് ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു have to be paid by the enterprise an amount for providing the enterprise's goods and services on credit. നമ്മൾ കടം കൊടുക്കാനുള്ളവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു എൻ്റർപ്രൈസ് ഗുഡ്സോ സർവീസസോ വേറൊരു വ്യക്തിൻ്റെ അടുത്തുനിന്ന് മേടിച്ചിട്ടുണ്ട് എന്ന് വിചാരിച്ചോ, ക്രെഡിറ്റിന് കടമായിട്ട്, ആ കടം കൊടുക്കാനുള്ള വ്യക്തിനെയാണ് ആ കമ്പനീനെ സംബന്ധിച്ച് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്ന ടേം നമ്മൾ ബാലൻസ് ഷീറ്റിൻ്റെ അസറ്റ് സൈഡിലാണ് കൊടുക്കുക. കാരണം കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് ആ പൈസ കിട്ടും എന്നുള്ള രീതിയിലാണ് അസറ്റ് സൈഡിൽ വരുന്നത്. ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൻ്റെ ലയബിലിറ്റി സൈഡിലാണ് കൊടുക്കുക. ഓക്കെ. അത് രണ്ടും നോട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ അക്കൗണ്ടിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇനി നമ്മൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത് അസറ്റ് ആൻഡ് ലയബിലിറ്റീൻ്റെ ക്ലാസിഫിക്കേഷനാണ് കേട്ടോ. അത് ഞാനൊരു വീഡിയോ ആയിട്ടിടാം. ആൻഡ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണ്, എല്ലാതും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരായിട്ട് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.